ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ എന്നതിലെ 1ാമത്തെ ഭാഗമാണ്. നമുക്കറിയാം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കുറേ സംഖ്യകളുണ്ട്. കുറേ സംഖ്യകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. അപ്പോൾ പലതരം സംഖ്യകളെ ഒന്നും കൂടെ നമുക്ക് ഓർമ്മയിൽ വരും. അതായത് കൗണ്ടിങ് നമ്പേഴ്സ് അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന എണ്ണൽ സംഖ്യകൾ ഏതാണ്? 1, 2, 3, 4, 5 എക്സെട്ര. നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ അല്ലേ, നമുക്കറിയാവുന്നതാണ്. പിന്നെ നമുക്കറിയാവുന്ന എന്ത് സംഖ്യകളൊക്കെയാണ്? 0യും കൂടെ ഉൾപ്പെടുത്തി വരുന്ന ഹോൾ നമ്പേഴ്സ്. 0, 1, 2, 3, 4 അങ്ങനെ പോകുന്ന ഹോൾ നമ്പേഴ്സ്. പിന്നെ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനെ പറ്റി പഠിച്ചു അല്ലെ, ന്യൂനസംഖ്യകൾ. ഇത് നടുക്ക് 0, വലതുവശത്തോട്ട് പോസിറ്റീവ് നമ്പേഴ്സും അതിസംഖ്യകളും, ഇടതുവശത്തേക്ക് നെഗറ്റീവ് നമ്പേഴ്സും. ഇതാണ് ഇൻഡിജേഴ്സ്. ഇതിനാണ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകൾ എന്ന് പറയുന്നത്. ഇത് അതിസംഖ്യകൾ. മനസ്സിലായല്ലോ? അപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി ഇവിടെ പോസിറ്റീവ് എന്നും ഇവിടെ നെഗറ്റീവ് എന്നും ഞാൻ എഴുതുന്നു. ഇനി നമുക്ക് ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ് അറിയാം അല്ലേ. ഭിന്നസംഖ്യകളെ എങ്ങനെയാണ് എഴുതുന്നത്? ഒരു അംശവും ഒരു ഛേദവും ഉണ്ട്. ഉദാഹരണമായിട്ട് 2/3 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട് അല്ലേ. ഈ രീതിയിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി 5 ഒരു ഭിന്നസംഖ്യയാണ്. കാരണം 5നെ 5/1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് മുകളിലും താഴെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ളത് കൊണ്ട് ഇതും ഒരു ഫ്രാക്ഷനാണ്. ഇത് നമ്മൾ പഠിച്ചതാണല്ലോ. ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഒരു സംഖ്യയുടെ വർഗം അഥവാ സ്ക്വയർ കാണാൻ അറിയാം അല്ലേ. അതായത് ഇപ്പോൾ ഞാനിവിടെ നമ്പേഴ്സ് എഴുതാം. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെ അല്ലേ. 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇനി ഇതിനെ നേരെ തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കണ്ടുപിടിക്കാം. അതായത് ഇവിടെ നിന്ന് എഴുതുമ്പോൾ √1 ആണ് എന്ത്? 1 സ്ക്വയർ റൂട്ട് അല്ലേ. ഇനി √4 എന്താണ്? √4 എന്ന് പറയുമ്പം ഇവിടെ റൂട്ട് ഇടുമ്പം ഇവിടുത്തെ സ്ക്വയർ പോകും അല്ലേ. √4 എന്ന് പറയുന്ന 2 ആണ്. ഇനി ഇവിടെ റൂട്ട് ഇടുമ്പം ഇതിന് സ്ക്വയർ പോവും. അതായത് √9 എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഇവിടെ റൂട്ട് ഇടുമ്പം ഈ സ്ക്വയർ പോവും. അതായത് √16 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഈ √1 കഴിഞ്ഞാൽ പിന്നെ വരുന്ന √4 ആണ് അല്ലേ. അപ്പോൾ ഇതിനിടയിൽ ഏതൊക്കെയാണ് മിസ്സിങ് ആയിട്ടുള്ളത്? √2 മിസ്സിങ് ആണ്, √3 മിസ്സിങ് ആണ്. ഇവിടെയോ √4 കഴിഞ്ഞാൽ √9 ആണ്. അപ്പോൾ ഏതൊക്കെയാണ് മിസ്സിങ്? √5 മിസ്സിങ് ആണ്, √6 മിസ്സിങ് ആണ്, √7 മിസ്സിങ് ആണ്, √8 മിസ്സിങ് ആണ്. അതേപോലെ √9 കഴിഞ്ഞാൽ √10 തൊട്ട് √15 വരെ മിസ്സിങ് ആണ് അല്ലേ. ഈ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ഈ ചാപ്റ്ററിലുള്ളത്. അതായത് ന്യൂ നമ്പേഴ്സ് എന്നുള്ള നമ്പേഴ്സിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഈ √2ൻ്റെയും √3യുടെയും വിലകൾ അറിഞ്ഞിരിക്കണം. അതും കൂടെ ഞാനിവിടെ എഴുതാം. √2 എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഈ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിലൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ജസ്റ്റ് വിലയൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ വരയ്ക്കാനും ചോദിക്കും, അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ √2 എന്ന് പറയുന്നത് 1.4141 എക്സെട്ര. നമുക്ക് ഡെസിമൽ നമ്പറും അറിയാം അല്ലേ. ഒരു ദശാംശ സംഖ്യകളെ പറ്റി നമുക്കറിയാവുന്നതാണ്. അപ്പോൾ √2 എന്ന് പറയുന്നത് എന്തിൻ്റെ ഇടയിലാണ്? √1 ആയ 1ൻ്റെയും √4 ആയ 2ൻ്റെയും ഇടയ്ക്കാണ് കിടക്കുന്നത് അല്ലേ. അതായത് 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കല്ലേ 1.4141 എക്സെട്ര അല്ലേ. ഇത് നമുക്ക് ജസ്റ്റ് 1.41 വരെ പഠിച്ചിരുന്നാൽ മതി. ഇപ്പോൾ ഞാൻ എക്സെട്രയാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ഇനി √3 എന്ന് പറയുന്നതും 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്ക് തന്നെയല്ലേ കിടക്കുന്നത് അല്ലേ. ഇപ്പോൾ √3യുടെ വാല്യൂ 1.7325 എക്സെട്ര. ഇവിടെയും 1.73 വരെ പഠിച്ചിരുന്നാൽ മതി. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഒന്ന് ബൈഹേർട്ട് ചെയ്ത് വെക്കുക. √2 എന്ന് പറയുന്നത് 1.41 ആണ്, √3 എന്ന് പറഞ്ഞാൽ 1.73 ആണ്. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും വരുന്നത് രണ്ടിൻ്റെ ഇടയ്ക്കാണ്? 1ൻ്റെയും 2ൻ്റെ ഇടയ്ക്കാണ് അല്ലേ. 1നേക്കാളും വലുതും 2നേക്കാളും ചെറുതും അല്ലേ. മനസ്സിലായല്ലോ?
ഇനി ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ മട്ടത്രികോണത്തിൻ്റെ ഏതെങ്കിലും രണ്ട് വശങ്ങളുടെ നീളം തന്നാൽ മൂന്നാമത്തെ വശം കാണാനുള്ള മെത്തേഡാണ് പൈതഗോറസ് തിയറം അഥവാ പൈതഗോറസ് തത്വം. ഇപ്പം ഞാനിവിടെ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഓരോ വശവും 1 സെൻറ്റിമീറ്റർ വീതം എടുക്കുകയാണ്. ഈ രണ്ടും 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം. എന്താണ് പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു, ഇതാണ് ഹൈപ്പോട്ടന്യൂസ്, ഇത് ബേസ്, ഇത് ഹൈറ്റ് അല്ലേ. ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ, അതായത് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ഉയരം സ്ക്വയർ അല്ലെ ലംബം സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇവിടെ പാദം എത്രയാണ്? പാദം അഥവാ ബേസ് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് ഹൈറ്റും 1 സെൻറ്റിമീറ്റർ ആണ്. 1 സ്ക്വയർ, 1 + 1 എന്താണ്? 2 ആണ് അല്ലേ. അപ്പോൾ കർണം സ്ക്വയർ അഥവാ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് 2. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എത്ര വരും? ഇവിടുത്തെ സ്ക്വയർ മാറ്റുമ്പം ഇവിടെ എന്ത് വരും? റൂട്ട് വരും. മനസ്സിലായോ? കർണം സ്ക്വയർ അഥവാ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 കിട്ടി. അപ്പോൾ ഇവിടുത്തെ സ്ക്വയർ കളയുമ്പോൾ ഇവിടെ റൂട്ട് ഇടണം. അപ്പോൾ √2 ആണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത്. √2 എന്നുള്ളത് 1.4142 ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ വെച്ച് പേജ് നമ്പർ 25 ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. We have seen in class 8 that any odd number can be written as the difference of two perfect squares. Use this to draw squares of area 7 square centimeters and 11 square centimeters. What are the lengths of the sides of these squares? അതായത് ഏത് ഒറ്റ സംഖ്യയും 2 പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാമെന്ന് 8ാം ക്ലാസ്സിൽ കണ്ടല്ലോ. ഇതുപയോഗിച്ച് 7 ചതുരശ്ര സെൻറ്റിമീറ്റർ, 11 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നീ പരപ്പളവുകളുള്ള സമചതുരങ്ങൾ വരയ്ക്കുക. അവയുടെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? അപ്പോൾ അതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച അടുത്തടുത്തുള്ള 2 സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം ഒരു ഒറ്റ സംഖ്യയാണെന്ന് നമ്മൾ പഠിച്ചു. ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് വിൽ ബി ആൻ ഓഡ് നമ്പർ. അതായത് ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അടുത്തടുത്തുള്ള 2 സംഖ്യകളാണ് 1ഉം 2ഉം. അവയുടെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ്. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ കണ്ടോ. 1ഉം 2ഉം അടുത്തടുത്തുള്ള 2 നമ്പേഴ്സാണ്. അതിൻ്റെ സ്ക്വയേഴ്സ് വർഗങ്ങൾ കാണുക, എന്നിട്ട് വ്യത്യാസം കാണുക. അപ്പോൾ എന്ത് കിട്ടും? 2 സ്ക്വയർ എത്രയാണ്? 4 ആണ്. 4 മൈനസ് 1 സ്ക്വയർ 1. 4 മൈനസ് 1 എന്താണ്? 3 ആണ്. 3 ഒറ്റ സംഖ്യയല്ലേ, ഓഡ് നമ്പർ അല്ലേ. ഇനി അടുത്ത പെയർ ഓഫ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, അടുത്തടുത്തുള്ള 2 സംഖ്യകളാണ് 2ഉം 3ഉം അല്ലേ. അപ്പോൾ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ നോക്കാം. 3 സ്ക്വയർ എത്രയാണ്? 9. 2 സ്ക്വയർ 4. 9 മൈനസ് 4 എത്ര വന്നു? 5 വന്നു. അതും ഒരൊറ്റ സംഖ്യയല്ലേ, ഓഡ് നമ്പർ അല്ലേ. ഇനി അടുത്ത പെയർ നമുക്ക് നോക്കാം. അപ്പോൾ 1ഉം 2ഉം എടുത്തു, 2ഉം 3ഉം എടുത്തു. ഇനി 3ഉം 4ഉം. അപ്പോൾ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ 16 മൈനസ് 9 എത്ര വന്നു? 7 വന്നു. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 7 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ വരുന്നതും 11 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ വരുന്നതും വേണം. അപ്പോൾ 11 വരെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 3ഉം 4ഉം എടുത്തു. ഇനി 4ഉം 5ഉം. അപ്പോൾ 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. അപ്പോൾ 25 മൈനസ് 16 എത്ര വന്നു? 9 വന്നല്ലോ. നമുക്ക് 11 ആണ് വേണ്ടത്. അപ്പോൾ 4ഉം 5ഉം എടുത്തു. ഇനി 5ഉം 6ഉം. 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. 6 സ്ക്വയർ 36 മൈനസ് 5 സ്ക്വയർ 25 എന്ന് പറയുന്ന 11 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് എടുക്കേണ്ടത്? നമുക്ക് ഇതും വേണം, ഇതും വേണം. ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇത് എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്ക്വയറിൻ്റെ ഏരിയയാണ് ഈ 7ഉം 11ഉം തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, ഏരിയ മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ നമുക്കറിയാവുന്ന എന്താണ്? പൈതഗോറസ് തിയറം മാത്രമേ അറിയത്തുള്ളൂ. അതായത്
ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇത് കണ്ടല്ലോ, മട്ടത്രികോണം, അതിൻ്റെ ഒരു വശം ഈ ഒരു വശത്തിന് എടുത്ത് നമ്മളിവിടെ സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുക. ഇതിൻ്റെ ഏരിയയാണ് 7 സ്ക്വയർ സെൻറ്റിമീറ്ററും തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വശം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? വശം ഗുണം വശമാണ് ഏരിയ. പക്ഷേ ഇത് കിട്ടണമെങ്കിൽ, ഈ 7 കിട്ടണമെങ്കിൽ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആണ് 7 എന്നും അറിയാം. അപ്പോൾ നമുക്ക് അറിയാവുന്നത് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്ന് മാത്രമേ അറിയത്തുള്ളൂ. ആണല്ലോ. കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ഉയരം സ്ക്വയർ. അപ്പം ഈ ഉയരം നമുക്കറിയത്തില്ല അല്ലേ? പക്ഷെ ഇത് രണ്ടും അറിയാം. കാരണം എന്താ? പക്ഷെ ഇവിടെ കിടക്കുന്നത് എന്താണ്? മൈനസ് ആണ്. നമ്മുടെ കയ്യിൽ പ്ലസ് ആണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ഈ ബേസിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഹൈറ്റ് നമുക്ക് അവിടെ തന്നെ വെക്കാം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈറ്റ് സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അത് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ഈക്വൽ ടു ഉയരം സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഈ നമ്പർ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം. ഇപ്പം രണ്ടിടത്തും മൈനസ് ആയി വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഈക്വൽ ടു 7 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ എന്താ? ഹൈപ്പോട്ടന്യൂസ് എത്ര വന്നു? 4 വന്നു. ആ സ്ക്വയർ രണ്ടിടത്തും ഉണ്ട്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ 4 എന്ന് വന്നു. സ്ക്വയർ സെൻറ്റിമീറ്റർ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ സെൻറ്റിമീറ്റർ ഇട്ടത്. ഇനി ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ. അപ്പോൾ ബേസ് 3 അല്ലേ? അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ ആയില്ലേ? ഇത്രയും മാത്രം. ഇനി നമുക്ക് ഉയരം അറിയത്തില്ല. പക്ഷെ ഹൈറ്റിൻ്റെ സ്ക്വയർ ആണ് 7. ക്ലിയർ ആയോ? ഹൈറ്റിൻ്റെ സ്ക്വയർ 7 എന്ന് പറഞ്ഞാൽ ആ 7 എന്താ? ഏരിയയാണ് അല്ലേ? സൈഡ് ഇൻറ്റു സൈഡാണ്. ആ ഒരു സൈഡാണല്ലോ ഹൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഹൈറ്റ് ഇൻറ്റു ഹൈറ്റാണ് 7 സ്ക്വയർ സെൻറ്റിമീറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു 7. ഉയരം സ്ക്വയർ സമം 7 ആണെങ്കിൽ ഹൈറ്റ് എത്ര വന്നു? ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ സ്ക്വയർ മാറ്റുമ്പം വലതുവശത്ത് റൂട്ട് വരും. √7 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് √7 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും √7 അല്ലേ? ഇതും √7 ആണ്, ഇതും √7 ആണ് അല്ലേ? അതായത് ഈ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത്, വശത്തിൻ്റെ നീളം എത്ര വന്നു? സൈഡ് അഥവാ വശം എന്ന് പറയുന്നത് എത്ര വന്നു? √7 സെൻറ്റിമീറ്റർ വന്നു. ഇനി ഈ സമചതുരം നമുക്ക് വരയ്ക്കണം. ഇനി അടുത്തത് വേണ്ട നമുക്ക് 11 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതേ ഇക്വേഷനിൽ തന്നെ നമുക്ക് 6ഉം 5ഉം ഇട്ട് കൊടുക്കാം അല്ലേ? 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ആണല്ലോ 11. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ അവിടെ 6, ബേസിൻ്റെ അവിടെ 5 ഈക്വൽ ടു 11. അപ്പോൾ നോക്കിക്കേ, ഹൈപ്പോട്ടന്യൂസ് 6 ആയി, ബേസ് 5 ആയി, ഹൈറ്റ് അന്നേരം എത്ര വന്നു? √11 വരും അല്ലേ? അപ്പോൾ അതും കൂടെ നമുക്ക് വരയ്ക്കണം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് 6 ആയി, ബേസ് 5 ആയി, അന്നേരം വന്ന ഹൈറ്റ് എന്ന് പറയുന്നത് √11 ആണ്. അതായത് ഈ സൈഡും √11 ആണ്. √11 ഇൻറ്റു √11. അപ്പോൾ 11 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഏരിയ അഥവാ പരപ്പളവ്. അപ്പോൾ ഈ രണ്ട് ഫിഗേഴ്സുമാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ആദ്യം നമുക്ക് 7 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഈ സ്ക്വയർ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം വരയ്ക്കണം. അതിൻ്റെ ബേസ് അഥവാ പാദം 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ആ ബേസ് 3 സെൻറ്റിമീറ്റർ വരയ്ക്കാം. ഇതേ രീതിയിൽ തന്നെ ഫിഗർ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 3 സെൻറ്റിമീറ്റർ വരയ്ക്കും. 0യിൽ നിന്ന് 3 വരെ 3 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി ഇവിടെ എന്ത് വേണം? 90 ഡിഗ്രി വേണം. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഈ അറ്റത്ത് നമുക്ക് 90 ഡിഗ്രി വരയ്ക്കാം. ഞാൻ ഇവിടെ പേരും കൂടെ കൊടുക്കാം, അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. ഇത് A, B, C, D, E. അപ്പം നമ്മളിവിടെ AB 3 സെൻറ്റിമീറ്റർ ആണ് വരച്ചത്. ഇനി B എന്ന പോയിന്റിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി വരയ്ക്കണം. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എയിൽ നിന്ന്, അതായത് എയിൽ നിന്ന് ഇയിലേക്ക് 4 സെൻറ്റിമീറ്റർ, അത് നമുക്ക് കോമ്പസിലെടുത്ത് ആർക്ക് വരയ്ക്കാം, ഒരു ചാപം വരയ്ക്കാം.
ഇതാ 4 സെൻറ്റിമീറ്റർ എടുത്ത് കോമ്പസിൽ. ഇനി എയിൽ നിന്ന് ഇ ആണ് കിട്ടേണ്ടത്. അപ്പോൾ എയിൽ കോമ്പസിൻ്റെ മെറ്റൽ ടിപ്പ് വെച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. എയിൽ കോമ്പസിൻ്റെ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഇ എന്ന പോയിന്റ് കിട്ടി. ഈ പോയിൻ്റാണ് ഇ. അപ്പോൾ നമുക്കിത് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഈ എ ബി എന്നുള്ള സൈഡിനെ അങ്ങോട്ട് നീട്ടി വരയ്ക്കാം. ബി ഇ ആണല്ലോ √7 അല്ലേ? ബി ഇ എത്രയാണ് ഇവിടെ നമുക്ക് എടുക്കുക, കോമ്പസിൽ അളന്നെടുക്കുക. ഇതാ ഈ ബി ഇ ആണ് സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ നീളം. സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളമാണ് ഈ ബി ഇ. അപ്പോൾ സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും മാർക്ക് ചെയ്തപ്പം രണ്ടാമത്തെ വശം കിട്ടി. ആദ്യത്തെ വശം നമ്മൾ ഹൈറ്റാണ്, രണ്ടാമത്തെ വശം ഇപ്പോൾ കിട്ടി. അതായത് സി എന്ന പോയിന്റ് കിട്ടി. ഈ പോയിൻ്റാണ് സി. ഇപ്പോൾ 2 വശം കിട്ടി. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും വശം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കോമ്പസിൻ്റെ അളവ് മാറ്റാതെ ഈ സിയിൽ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് ഒരാർക്ക് വരയ്ക്കുക. അതേപോലെ ഇയിൽ മെറ്റൽ ടിപ്പ് വെച്ചിട്ടും രണ്ടാമത്തെ ആർക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് മറ്റ് 2 സൈഡുകളും കിട്ടും. അതായത് മൂന്നാമത്തെ സൈഡായി, ഇത് നാലാമത്തെ സൈഡും കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വയർ. ഈ ഷെയ്ഡ് ചെയ്തതാണ് നമ്മുടെ സ്ക്വയർ. ഞാൻ സ്കെച്ച് പെൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കണ്ട് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ലെങ്ത് ആണ് √7 സെൻറ്റിമീറ്റർ. അപ്പോൾ ഏരിയ 7 സ്ക്വയർ സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഫിഗറും കൂടെ വരയ്ക്കാം. അതായത് 11 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള സ്ക്വയറിനെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്, സമചതുരത്തിനെയാണ് വരയ്ക്കാൻ പോകുന്നത്. ഇവിടെയും നേരത്തെ വരച്ചതുപോലെ തന്നെയാണ്. ആദ്യം നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കണം. പേര് ഞാൻ കൊടുക്കുകയാണ് ABCDE. ഇതേപോലെ തന്നെയാണ് ഫിഗർ വരുന്നത്. അപ്പോൾ ആദ്യം AB 5 സെൻറ്റിമീറ്റർ വരയ്ക്കാം. ഇനി ബി എന്ന പോയിന്റിൽ നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി വരയ്ക്കാം. കാരണം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണമാണ് വേണ്ടത്. അപ്പം 90 ഡിഗ്രി വരച്ചു. ഇനി നമുക്ക് വേണ്ടത് എ മുതൽ ഇ വരെ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ നമുക്ക് എടുക്കാം. അപ്പോൾ എയിലും മെറ്റൽ ടിപ്പ് വെച്ചിട്ട് 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇതാണല്ലോ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ ഹൈറ്റ് കിട്ടി. ആ ഹൈറ്റാണ് √11. അപ്പോൾ ആ √11 സൈഡായിട്ട് വരുന്ന ഒരു സ്ക്വയർ ഇങ്ങോട്ട് വരയ്ക്കണം. അതിനുവേണ്ടി എ ബിയെ നമുക്ക് ആദ്യം എക്സ്റ്റെൻഡ് ചെയ്യാം. ആ √11 നമ്മൾ എടുക്കുന്നു. അത് ആ √11 നമ്മൾ കോമ്പസിൽ എടുക്കുന്നു. അതാണല്ലോ സൈഡ് ലെങ്ത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡ് കിട്ടി. നമുക്കിവിടെ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് മൂന്നാമത്തെ സൈഡും നാലാമത്തെ സൈഡും നമുക്ക് കണ്ടുപിടിക്കാം. ഇതാ നമുക്ക് സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഈ ഷെയ്ഡ് ചെയ്തതാണ് ഏരിയ 11 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിട്ടുള്ള സ്ക്വയർ. പരപ്പളവ് 11 ചതുരശ്ര സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയറാണ്, സമചതുരമാണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടും വരച്ച് പഠിക്കുക.